ഹലോ, അപ്പോൾ ഇവിടെ കാട്ടാമ്പല അമ്പലത്തിൽ വിളക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. നല്ല തിരക്കായിരുന്നു കേട്ടോ. 1:30 ലൈൻ നിന്നിട്ട് 2:45 കഴിഞ്ഞിട്ട് കേട്ടോ ഭക്ഷണം കിട്ടുമ്പോൾ. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ പണി നടക്കണുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. അപ്പോൾ കറികളൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. പിന്നെ ചോറും സാമ്പാർ, പായസം, നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾ സദ്യ കഴിച്ച് പോന്നു. പിന്നെ ഞങ്ങൾ രാത്രി താലം വരുന്ന ടൈമിലേക്ക് പോയിട്ടാ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ താലം വരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്രാവശ്യം താലം ലേറ്റായിട്ട്, അല്ലെങ്കിൽ ഒരു 9:30 ആകുമ്പോഴേക്കും താലം അവിടെ ചെരിയും നേരത്തോട് കൂടിയിട്ട്. പിന്നെ താലക്കാർക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് എല്ലാവർക്കും കൊടുക്കുള്ളൂ കേട്ടോ. ആദ്യം താലക്കാരാണ് കഴിക്കുക. അപ്പോൾ നേരത്തെ താലം ചെരിയാറുണ്ട് ഇവിടെ. ഇപ്രാവശ്യം ലേറ്റായി. അത്യാവശ്യം താലം ഉണ്ടായിരുന്നു കേട്ടോ. എന്തോരം പേരാ താലം എടുത്തുള്ളത്. പിന്നെ ഒരു രസമല്ലേ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന ടൈമിലൊക്കെ പോയി താലം എടുക്കാറുണ്ട് കേട്ടോ വീടിൻ്റെ അവിടെ. ഇവിടെ വന്നതിന് ശേഷം തീരെ പറ്റാറില്ല. കാരണം ആ സമയത്ത് മക്കൾക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ തീരെ പോകാൻ പറ്റാറില്ല കേട്ടോ. ഒരു വട്ടം എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് പാനിപ്പൂരി കണ്ടപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. പാനിപ്പൂരി ഒരു ട്രിപ്പ് വാങ്ങിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. രണ്ടാമത്തെ ട്രിപ്പ് വേറെ ആളാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ട് ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല. കളയുക ചെയ്തത്. ആള് മാറിയപ്പോൾ ടേസ്റ്റ് മാറി. സോസൊക്കെ തോനെയ്യേ പോലെയായി. അപ്പോൾ അതുകൊണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ ട്രിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു കേട്ടോ.